കാലവർഷം എത്തുന്നതിന് മുന്നോടിയായി പുഴകളിലെ ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്ന കാടുകളും മറ്റ് സാധനങ്ങളെല്ലാം എടുത്തൊഴിവാക്കി ഒഴുക്ക് പുനഃസ്ഥാപിക്കുക എന്ന ഒരു ദൗത്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരശ്ശേരി പഞ്ചായത്തിലെ ഈ ചെറുപുഴയിലാണ് വായർത്തോട്ടം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. വാർഡ് മെമ്പറുടെ അമീന ബാനുവിൻ്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവൃത്തി നടക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ ഇന്ന് നടക്കുന്നത്? ഇവിടെ കാര്യമായിട്ട് വേസ്റ്റുകൾ കണ്ടമാനം പുഴയിലേക്ക് ഇടുന്നതിൻ്റെ ഭാഗമായിട്ട് കാടുകളൊക്കെ ഒന്ന് വെട്ടി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച്. കാരണം കണ്ടമാനം വേസ്റ്റുകളാണ് പല കടകളിൽ നിന്നൊക്കെ പുഴയിലേക്ക് തള്ളുന്നത്. അതേപോലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാട് കൂടി നിൽക്കുന്ന ടൈമിന് പാമ്പുകളുടെ ശല്യം നല്ലോണം ഉണ്ട്. ഇപ്പോൾ അടുത്ത ഒരു ദിവസം ഇവിടെ റോട്ടുമ്മൽ വലിയൊരു പെരുമ്പാമ്പിനെ പ്രദേശവാസികൾ കണ്ട് രാത്രി. അതേപോലെ അത് കഴിഞ്ഞ് അതിൻ്റെ വേക്കിൽ തന്നെ വേറൊരു പാമ്പും കൂടി, 2 പാമ്പുകൾ അവിടെ വന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇഷ്ടമാണ് പാമ്പുകളും ഒക്കെ ഉണ്ട്. പ്രദേശവാസികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വേസ്റ്റ് ഇട്ടിട്ട് അതും ഒരു പ്രശ്നമാണ്. കാരണം കുറേ ആൾക്കാർ കുളിക്കാനും മറ്റു ഉപയോഗങ്ങൾക്കും എടുക്കുന്ന വെള്ളമാണ് ഇവിടെ. അപ്പം അത് ഇങ്ങനെ കാടുകളൊക്കെ കൂടിയിട്ട് വെള്ളം ഒഴുക്കില്ലാതെ മലിനമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശുചീകരിക്കാന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തിൻ്റെ ഇതിൽ വാർഡ് ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുഴ ഒന്ന് ശുചീകരിക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ തുടർച്ചയായിട്ടുണ്ടാകുന്ന പാമ്പുകളുടെ ശല്യം, അതുപോലെ തന്നെ ഈ മാലിന്യം പുഴയിലേക്ക് തള്ളുക, ഈ കാട് മൂടി കിടക്കുന്ന ഭാഗങ്ങളിലാണ് മാലിന്യം കൊണ്ടുപോയി തള്ളുന്നത്. ഇതിന് എല്ലാം ഒരു പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് വാർഡ് മെമ്പറുടെയും വാർഡ് ശുചീകരണ പ്രവർത്തികളുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു കാര്യം ചെയ്യുന്നത്. ഇതോടെ പുഴയിലെ ഒഴുക്ക് പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. നേരത്തെ ഈ പുഴയിൽ തീരെ പിടിഞ്ഞു വന്ന മുളക്കൂട്ടങ്ങൾ നേരത്തെ കഴിഞ്ഞ ആഴ്ചകളിൽ വെട്ടിമാറ്റിയിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഈ പ്രവൃത്തി നടക്കുന്നത്. ഇന്നത്തെ ശുചീകരണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് പായൂർ തോട്ടം റിലീഫ് കമ്മിറ്റിയാണ്, PRC എന്ന് പറഞ്ഞ്. അവരോടൊന്ന് ചോദിക്കുക, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നേതൃത്വത്തിൽ ചെയ്തത്? ഇതിപ്പോൾ ഇരുവഞ്ഞിയിലെ ചെറുപുഴ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഉദ്ദേശം. പക്ഷേ ഇത് ഒറ്റ ദിവസം കൊണ്ട് നടത്താൻ പറ്റുന്ന ഒരു ചെറിയ പ്രവൃത്തിയല്ല. ഇനിയുള്ള ദിവസങ്ങളിൽ കുറേ കൂടെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് 2 സൈഡും വൃത്തിയാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇനിയും ഈ പ്രവൃത്തി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇന്നിപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡിലുള്ള മരങ്ങളൊക്കെ വെട്ടി അതിൻ്റെ കമ്പുകളും ഇതൊക്കെ താഴോട്ടേക്ക് വലിച്ചിട്ടു. പിന്നെ സൈഡിലൊക്കെ വേസ്റ്റുകളും ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പെറുക്കി ഒഴിവാക്കി. ബാക്കിയുള്ള പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ തീരാത്ത രീതിയിലുള്ള ശുചീകരണ പ്രവൃത്തിയാണ് ഇരവഞ്ഞിപ്പുഴയിലെ ചെറുപുഴയിൽ. ഇരവഞ്ഞിപ്പുഴയും ചെറുപുഴയും സംഗമിക്കുന്ന മുക്കം കടവ് പാലത്തിന് തൊട്ട് താഴെയാണ് ഈ ശുചീകരണ പ്രവൃത്തി നടക്കുന്നത്. അപ്പം വീണ്ടും വരും അവധി ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ലഭിക്കുക. അപ്പോൾ അത്തരത്തിൽ കിട്ടുന്ന സന്നദ്ധ പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഈ ശുചീകരണ പ്രവൃത്തി നടത്തുന്നത്. വരും ആഴ്ചകളിലും ഈ ഇത്തരം ശുചീകരണ പ്രവൃത്തി നടത്തുമെന്നാണ് പഞ്ചായത്ത് അധികൃതരും സന്നദ്ധ പ്രവർത്തകരെല്ലാം നമ്മളോട് അറിയിച്ചിരിക്കുന്നത്.